ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red carpet. Stay tuned for your favorite celebrity. Hi, hello, very good morning and welcome to Easter Special Red Carpet with me RJ Anamika. ആദ്യം തന്നെ ആശ്രയ FM 90യുടെ എല്ലാ ലിസണേഴ്സിനും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേരുകയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ റെഡ് കാർപ്പറ്റിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. മലയാള സിനിമാ പ്രേമികളൊക്കെ ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമ, പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാൻസ്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഏതാണ് ആ സിനിമ എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? യെസ്, പൃഥ്വിരാജ് ഒരുക്കിയ പാൻ വേൾഡ് ബ്രഹ്മാണ്ഡ വിസ്മയം എമ്പുരാൻ. എമ്പുരാൻ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള സുബിൻ നിസാർ ആണ്. സുബിൻ ചേട്ടാ, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. ഹലോ, നമസ്കാരം. അപ്പൊ ചേട്ടാ, നമുക്ക് എമ്പുരാൻ സിനിമയുടെ വിശേഷങ്ങളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ മലയാളം കണ്ട ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ മൂവിയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയിലെ പാർട്ടായപ്പോ ഹൗ ഡു യു ഫീൽ? എങ്ങനെയുണ്ടായിരുന്നു എമ്പുരാന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ? ഗംഭീര എക്സ്പീരിയൻസ് ആണ്. അത് പ്രൊഫഷണൽ നമ്മുടെ കരിയർ വൈസിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു എക്സ്പോഷർ ആണ് ഈ സിനിമയിൽ കിട്ടിയിരിക്കുന്നത്. എസ്പെഷ്യലി ഒരു ഫിലിം ലേണർ എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ നിന്ന് കിട്ടാവുന്ന ഒരു സിനിമ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡബിൾ എടുത്ത ഫീൽ ഉണ്ട് എനിക്ക്. ആൻഡ് ഓഫ് കോഴ്സ് മോഹൻലാൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ അത് ഭയങ്കര ഒരു ഫീൽ ആയിരിക്കും. ഒരു കംപ്ലീറ്റ് ആക്ടറിന്റെ കൂടെ ഒരു സിനിമയിൽ ഒരു ഭാഗമാകാന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യമാണല്ലോ. അപ്പം സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ചേട്ടാ? ലാലേട്ടൻ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ സെറ്റില് ഷൂട്ടിംഗ് സമയത്തൊക്കെ ആണെങ്കിലും ഷോട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ സമയവും അവിടെ തന്നെ സെറ്റില് തന്നെ ഇരിക്കാറാണ് പതിവ്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ പറഞ്ഞ് ചെറിയ കൗണ്ടറുകളൊക്കെ അടിച്ച് അങ്ങനെ സെറ്റില് തന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ പറയുന്ന നമ്മള് തിരക്ക് പിടിച്ച് ഓടി നടക്കുന്നതിനിടയില് ഈ പറഞ്ഞ നമ്മൾ കുട്ടിക്കാലം മുതല് കണ്ട് അത്ഭുതത്തോടുകൂടി അല്ലെങ്കിൽ അതിശയത്തോടുകൂടി നോക്കിക്കൊണ്ടിരുന്ന ലാൽ സാറാണല്ലോ ഇരിക്കുന്നത്. നമുക്ക് ഇത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ കുറെ ദിവസങ്ങളിൽ. അപ്പൊ അതായിരുന്നു അതിനകത്ത് ഏറ്റവും വലിയൊരു മൊമെന്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മളിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഓടി നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് എത്തിയിരിക്കുന്ന ഒരു സ്ഥലത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടനെ പോലെ ആളവിടെ ഇരിക്കുന്നു, പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യുന്നു, പുള്ളിയെ നമുക്ക് കൺകുളിർക്കെ കാണാൻ പറ്റുന്നു. അതൊക്കെയാണ് അതിലെ ഏറ്റവും വലിയ ഗംഭീരമായ എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചു. ഓക്കെ, അപ്പം ഈ ഒരു സിനിമയുടെ ഓരോ സീൻസും എന്ന് പറയുന്നത് ജസ്റ്റ് അമേസിംഗ് അല്ലേ? അപ്പോൾ ഷൂട്ടിംഗ് ടൈമിൽ ഏറ്റവും കൂടുതൽ ചേട്ടനിപ്പോ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ഒരു സീക്വൻസ് ഏതായിരുന്നു? ഷൂട്ടിംഗ് ഇത് പല സ്ഥലങ്ങളിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മലയാളത്തില് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പൊ ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ ചെന്നൈ, ഗുജറാത്ത്, ലഡാക്ക്, ഷിംല, മണാലി, അങ്ങനെ കുറെ അധികം അതിനപ്പുറം പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള വേറെ സ്ഥലങ്ങൾ, കേരളത്തിനകത്തുള്ള വണ്ടിപ്പെരിയാറ്, തിരുവനന്തപുരം, എറണാകുളം, അങ്ങനെ കുറെ സ്ഥലങ്ങൾ. അപ്പം ഓരോ സ്കെഡ്യൂളും ഓരോ എക്സ്പീരിയൻസുകളാണ്, ഓരോ സിനിമ പോലെയാണ്. എസ്പെഷ്യലി നമ്മൾ ഒരു നാട്ടിലേക്ക് പോവാണ്. ഇപ്പം ഗുജറാത്തിലേക്ക് പോകുന്ന കാര്യം, ഗുജറാത്താണ്. ഞാൻ ഗുജറാത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത് എന്റെ ലൈഫിൽ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ എന്റെ ആയുസ്സിലെ ഒരു സെഗ്മെന്റ് ഇനി ഒരിക്കലും കിട്ടാത്ത അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എപ്പിസോഡായിട്ട് ആണ് ഞാൻ അതിനെ കാണുന്നത്. അവിടെ പോയി 2 മാസത്തോളം ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് വേറെ വെതറിന്റെ കുറെ ഇഷ്യൂസ് വന്നിട്ട് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് വരേണ്ടി വന്നു. അഗെയിൻ വീണ്ടും 1 മാസത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ഗുജറാത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ എക്സ്പീരിയൻസ് ആണ്, ഓരോ ടെറൈനാണ്, ഓരോ തരത്തിലുള്ള ആളുകളാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുന്ന സെറ്റ് പലതാണ്. അവിടെ എടുക്കുന്ന സീക്വൻസുകൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം ഓരോ ലൊക്കേഷനിലെയും സീക്വൻസുകൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ സിനിമ അല്ലെങ്കിൽ ഭയങ്കര വ്യത്യസ്തമായിരുന്നു. ഇപ്പൊ പല ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പൊ ലഡാക്ക്, ഷിംല ഒക്കെ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ബഡ്ജറ്റ് കൂടിയ ഒരു ലൊക്കേഷൻ ഏതായിരുന്നു? ചെന്നൈ. ഇപ്പോ ഖരഘോഷ് എന്ന് പറയുന്ന സീക്വൻസ്, ആ പള്ളിയും അവിടുത്തെ ആ സ്ട്രീറ്റും ഒക്കെ കാണിച്ചിരിക്കുന്നത്
ശരിക്കും ചെന്നൈയിലാണ് നമ്മൾ സെറ്റ് ഇട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ അത് ഒരുപാട് എക്സ്പെൻസീവ് വന്ന ഒരു ലൊക്കേഷനാണ് പ്രൊഡക്ഷൻ വൈസ് നോക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സിനിമ തുടങ്ങുന്നതും സിനിമ അവസാനിക്കുന്നതുമായിട്ടുള്ള ഗുജറാത്തിലാണ് അത് ഷൂട്ട് ചെയ്തത്. ആ പഴയ കൊട്ടാരവും ആ പാലസ്, അംബിക നിവാസ് പാലസ് എന്ന് പറഞ്ഞിട്ട് സുരേന്ദ്രനഗറിന് അടുത്തുള്ള മൂളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പൊ അവിടെ ഒരുപാട് ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അത് മാത്രമല്ല, ഇടയ്ക്ക് വെച്ചിട്ട് നമ്മള് ഒരു ഡ്രൈ സീക്വൻസ് ആണ് ഇതിന്റെ ക്ലൈമാക്സ്. നിങ്ങൾക്ക് സിനിമ കണ്ടവർക്കറിയാം, വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു 25 വർഷങ്ങൾക്ക് ശേഷം ആ സ്ഥലത്തേക്ക് വരുന്ന ഖുറേഷിയും ആണ്. അപ്പൊ ആ സ്ഥലം ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കേണ്ടുന്നൊരു ക്ലൈമാക്സ് ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അപ്രതീക്ഷിതമായിട്ട് മഴ വരുന്നത്. മഴ വരിക എന്നുള്ളത് മാത്രമല്ല, ഈ മഴ വന്നിട്ട് കാർമേഘം ഊരി ഇരുട്ടാവുകയാണ്. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഫാൻഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈ സ്പീഡ് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് എക്സസ് ലൈറ്റ് ഉറപ്പായിട്ട് ആവശ്യമുണ്ട്, ആ ലൈറ്റ് കണ്ടിന്യൂറ്റി ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും നമുക്കിത് ഒരു ദിവസം വെയിറ്റ് ചെയ്യുന്നു, 2 ദിവസം വെയിറ്റ് ചെയ്യുന്നു, 4 ദിവസം വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഒരു വ്യത്യാസമില്ല. മഴ വന്നിട്ട് ആ സെറ്റ് മുഴുവൻ, ആ മണ്ണ് മുഴുവൻ ചെളിയായി മാറുന്നു. അടുത്ത ദിവസം രാവിലെ ചെയ്യുന്നത് ഈ ചെളി JCB കോരി മാറ്റി വേറെ ഉണങ്ങിയ മണ്ണ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മഴ പെയ്യുന്നു. അങ്ങനെ ഒരു 4 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ അവിടുന്ന് ബ്രേക്ക് ചെയ്യാം, ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു പോവാം, മഴ തീർന്നിട്ട് തിരിച്ചു വരാം. അപ്പം ഒരു വലിയ സെറ്റാണ്. ഏകദേശം ഒരു 100-120ഓളം ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റാണ്. അപ്പൊ അത്രയും ആളുകൾ തിരിച്ചു പോകുന്നു. വീണ്ടും 1 മാസത്തേക്ക് ഈ ആ പാലസും അവിടുത്തെ സെറ്റും മുഴുവൻ അങ്ങനെ ഹോൾഡ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നു. അപ്പൊ അതിന്റെ ഒരു ബഡ്ജറ്റും കുറച്ച് വലുതായിരുന്നു, ഹോൾഡ് ചെയ്യേണ്ടി വന്നത് കൊണ്ടും സമയം നീണ്ടു പോകേണ്ടി വന്നതുകൊണ്ടും ഒക്കെ. ഇപ്പൊ നമ്മളിപ്പോ പല വീഡിയോസിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പൃഥ്വിരാജ് സാർ കുറച്ച് ഷാർപ്പാണ്, ഒറ്റ ടേക്കിലേക്ക് ഓക്കെ ആക്കും, അല്ലെങ്കിൽ റീടേക്ക് എടുക്കാറില്ല എന്നൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ മറ്റു ഡയറക്ടേഴ്സുമായിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടർ എന്തായിരുന്നു വർക്ക് ചെയ്തപ്പോ ചേട്ടന് തോന്നിയത്? ക്ലാരിറ്റിയാണ് മെയിൻ. ഇപ്പൊ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് പുള്ളിയുടെ മനസ്സിലുള്ളൊരു ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് പുള്ളിക്ക് അറിയാം. ഡയറക്ടറിന് ആ വിഷൻ കൃത്യമാണ്. എന്താണ് വേണ്ടത്, അതെങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് എല്ലാ ടെക്നീഷ്യൻസിനും കൃത്യമായ ധാരണ കൊടുക്കും ആദ്യം തന്നെ. അപ്പം ഡയറക്ടറിന് അറിയാവുന്ന പോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഡയറക്ഷൻ ടീമിന്റെ ആൾക്കാർക്കാണെങ്കിലും മറ്റ് ടെക്നീഷ്യൻസിനാണെങ്കിലും ഈ ഷോട്ടും ഈ സീക്വൻസും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇതിലെന്താണ് ആവശ്യം എന്നുള്ളത് കൃത്യമായി എല്ലാവരിലേക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമാണ്. ഈ ചുറ്റിനുള്ള എല്ലാ ടെക്നീഷ്യൻസിനും ഇത് മനസ്സിലായിട്ട് അതിനുവേണ്ടി അവർ വർക്ക് ചെയ്യും. ആ ഷാർപ്നെസ്, അതിൽ നിന്നാണ് ആ ഷാർപ്നെസ് കിട്ടുന്നത്. ഒരു അധികം ടേക്കുകൾ പോവാതെ വളരെ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നത് ആ ക്ലാരിറ്റി ആസ് എ ഡയറക്ടർ എല്ലാവർക്കും പുള്ളി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പല ഐഡിയാസ് ഇപ്പൊ ഡയറക്ടേഴ്സിന് കാണൂല, ആ ഒരു ഷോട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ നമ്മളോട് സജഷൻസ് ഒക്കെ ചോദിക്കാറുണ്ടോ, എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നോ സാർ? ഉറപ്പായിട്ടും നമ്മൾ ചില സീക്വൻസുകൾ എടുത്തു കഴിഞ്ഞിട്ട് ഡയറക്ഷൻ ടീമിലെ എല്ലാവരെയും വിളിക്കും ടെന്റിലേക്ക്. ഡയറക്ടർ ഇരിക്കുന്നത് ടെന്റിലായിരിക്കും കൂടുതൽ ടൈം, അവിടെയാണ് മോണിറ്റർ ഉണ്ടാവുക. അപ്പൊ അവിടേക്ക് വിളിച്ചിട്ട് നമ്മളോട് ഇത് കാണാൻ പറയും. അത് ഒരു ഷോട്ടിനായിരിക്കില്ല, ഒരു സ്ഥലത്തെ ഷൂട്ട് ഓൾമോസ്റ്റ് കഴിയുന്ന സമയം, ലാസ്റ്റ് ഷോട്ടുകളിലേക്ക് എത്തുന്ന സമയത്ത്. അപ്പോ ഈ ഡയറക്ടറിന്റെ ഒപ്പം തന്നെ ഈ സിനിമയുടെ എഡിറ്ററും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ എഡിറ്റും ഒരു ഫസ്റ്റ് എഡിറ്റ്, ഒരു റഫ് എഡിറ്റും അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ എഡിറ്റ് ഓർഡറിൽ അത് വെച്ചതിന് ശേഷം നമ്മൾ അന്ന് ഷൂട്ട് ചെയ്ത, അല്ലെങ്കിൽ ആ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഷൂട്ട് ചെയ്ത ആ സെഗ്മെന്റ് മുഴുവൻ നമ്മളെ കാണിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, എന്ത് തോന്നുന്നു എന്നുള്ളത് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ലൂസിഫർ, എമ്പുരാൻ രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണല്ലോ. ഇപ്പോൾ എമ്പുരാൻ സെറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു ക്യാൻവാസ് ആണ്, സ്ക്രിപ്റ്റിങ്ങിന്റെ വലുപ്പം പോലെ തന്നെ വലിയൊരു ലൊക്കേഷൻ ആണ്. സോ ആസ് എൻ അസിസ്റ്റന്റ് ഡയറക്ടർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റിയത്? ഓരോ മൂവിയും അല്ലെങ്കിൽ ഓരോ ലൊക്കേഷനും നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. സോ ഈ ഒരു ലൊക്കേഷന് എന്തൊക്കെ കാര്യങ്ങളാണ് ചേട്ടനെ പുതിയതായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്? ഇതില് ഞാൻ പഠിച്ച ഏറ്റവും, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം, ഒന്ന് കേപ്പബിലിറ്റി. നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് ഒരു വലിയ സെറ്റിനെയാണ്. ഡയറക്ടർ ചെയ്യേണ്ടുന്ന ജോലികളെ, അല്ലെങ്കിൽ ഡയറക്ടറിന് ആ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആ സെറ്റിനെ മുഴുവൻ സജ്ജമാക്കാൻ അവർക്ക് കൃത്യമായ ഡീറ്റെയിലിംഗ് കൊടുക്കാൻ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ, അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ
കൃത്യം സെറ്റിലേക്ക് എത്തിക്കാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ഷോട്ട് എടുത്ത് അടുത്ത ഷോട്ടിന് പ്രിപ്പയർ ആകുമ്പോൾ വെരി ഫാസ്റ്റ് നമുക്ക് വീണ്ടും കാര്യങ്ങൾ വേറെ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് റീഅറേഞ്ച് ചെയ്യണം, കണ്ടിന്യൂറ്റി നോക്കി. നമ്മള് മൊത്തത്തിൽ ഇത്രയും ഒരു ഹ്യൂജ് സെറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആണ് എന്നുള്ളതാണ് അതിനാണ് ഏറ്റവും വലിയ എനിക്ക് കിട്ടിയൊരു കാര്യം. ഓക്കെ, അപ്പൊ പിന്നെ നമ്മൾ മൂവി പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഗൂസ് ബംസ് വന്നിട്ടുള്ള ഒരു സീനാണ് ലാലേട്ടന്റെ എൻട്രി എന്ന് പറയുന്നത് അല്ലെ. 3 ഹെലികോപ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ആ ഒരു സീൻ, അത് ആക്ച്വലി സെറ്റ് ഇട്ടതാണോ? അത് നമ്മൾ ലഡാക്കിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോ അവിടേക്ക് ഈ ട്രക്കുകളും വണ്ടികളും കേരളത്തിൽ നിന്ന് കൊണ്ടുപോകായിരുന്നു. അപ്പോ ആ വണ്ടികൾ അവിടെ കൊണ്ടുപോയി അവിടുന്ന് ഫയർ സെറ്റപ്പ് ചെയ്ത് ഒറിജിനൽ ബ്ലാസ്റ്റ് ആണ് അതില് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ. അതിലൊരു VFX ആഡോണും ഇല്ല, ഫുള്ളി അത് ഒറിജിനൽ ബ്ലാസ്റ്റ് തന്നെയാണ്. ആ 2 ട്രക്കുകളും പജേറോസും ബ്ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ഹെലികോപ്റ്റേഴ്സ് പിന്നെ വരുന്ന സീക്വൻസുകൾ പല ആക്സിസിൽ മാറ്റി നമുക്ക് എടുക്കേണ്ടി വന്നു. അത്രയും വലിയൊരു ഭയങ്കര വാസ്റ്റ് ഏരിയ ആണത്. അപ്പോ പല ഡയമെൻഷൻസ് മാറ്റി കുറച്ച് എനിക്ക് തോന്നുന്നൊരു 10-15 ദിവസത്തോളം എടുത്തിട്ടാണ് ആ സീക്വൻസ് അവിടെ കംപ്ലീറ്റ് ചെയ്തത്. ഈ ലഡാക്ക് ഷെഡ്യൂൾ ആയിരുന്നു ഈ സിനിമയുടെ തുടക്കത്തിലുള്ള സിനിമ തുടങ്ങി ആദ്യ സമയങ്ങളിലുള്ള ഷെഡ്യൂളുകളിൽ ഒന്നായിരുന്നു ലഡാക്ക്. അപ്പോൾ അവിടെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ സിനിമയിൽ വരാൻ പോകുന്ന ലാലേട്ടന്റെ ഇൻട്രോ കാണുന്നത്. അപ്പൊ മോണിറ്ററിലൂടെ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മോണിറ്ററിലൂടെ നമുക്കിത് കാണാം. ആ സമയത്ത് തന്നെ ഇത് തിയേറ്ററിൽ ഭയങ്കര ആവേശം ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ആൾക്കാർ അത്രയും ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സീനാണെന്ന് നമ്മൾ കണ്ടത് എന്നുള്ളൊരു സാധനം ഭയങ്കരമായിരുന്നു. ഇനി സിനിമ വരാൻ പോകുന്നത് അതും കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് ശേഷമാണ്. അത്രയും കാലം നമ്മുടെ മനസ്സിൽ ഇതുണ്ട്, എങ്ങനെയാണ് ഇത് എടുത്തിരിക്കുന്നത്, ഇതാണല്ലോ വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ. അത് നേരിട്ട് കാണുമ്പോഴുള്ള ഫീൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ അത് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലെ? അതെ, ഉറപ്പായിട്ട് നമുക്കിത് ആരോട് പറയാനും പറ്റില്ല. ഈ ത്രില്ലൊന്നും ആരോടും ഷെയർ ചെയ്യാനും പറ്റില്ല. ഇത്തരം നമ്മുടെ ഫോണിൽ ഉറപ്പായിട്ടും ഇതിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടിന്യൂറ്റിക്കും അതിന്റെ ജോലിയുടെ ഭാഗമായിട്ട് എടുത്തു വെക്കേണ്ടി വരും. പക്ഷെ ഇത് നമുക്ക് ഒരാളിനെ പോലും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ആ എക്സൈറ്റ്മെന്റ് മുഴുവൻ നമ്മൾ റിലീസ് വരെ പിടിച്ചു വെക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ആയിരുന്നു. ഹെലികോപ്റ്റേഴ്സ് ഒക്കെ മേക്ക് ചെയ്തതാണോ? ഹെലികോപ്റ്റേഴ്സ് മേക്ക് ചെയ്തതാണ്. അതിന്റെ ഒറിജിനൽ ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ട് അതിന്റെ സെയിം മോഡലിൽ ഹെലികോപ്റ്റർ ഉണ്ടാക്കിയെടുത്താണ്. ഇത് എത്ര ടൈം എടുത്തു ഹെലികോപ്റ്റേഴ്സ് മേക്ക് ചെയ്യാനായിട്ട്? ഹെലികോപ്റ്റർ ഇതിന്റെ ആർട്ട് ഡയറക്ടർ മോഹൻദാസ് എന്ന് പറയുന്ന 2015 ആർട്ട് ചെയ്ത മോഹൻദാസ് എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടറാണ്. മണിയെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പൊ മണിപ്പേട്ടൻ അത് കുറച്ച് ഒരു മാസത്തോളം ആ ഹെലികോപ്റ്ററിന്റെ 1.5 മാസത്തോളം അതിന്റെ ഹെലികോപ്റ്ററിന്റെ ജോലികളുമായിട്ട് പെരുമ്പാവൂരെ ഗോഡൌണിലായിരുന്നു അതെല്ലാം ചെയ്തത്. അത് അവിടെ നിന്ന് മേക്ക് ചെയ്ത ശേഷം ഈ ട്രക്കില് ലഡാക്കിലേക്ക് ബൈ റോഡ് കൊണ്ടുപോകായിരുന്നു. ട്രക്കിലായിരുന്നല്ലേ ഇത് കൊണ്ടുപോകുന്നത്? അതെ, ട്രക്കില് പാർട്സ് ആക്കിയിട്ട് ഇത് ബൈ റോഡ് ലഡാക്കിലേക്ക് കൊണ്ടുപോകായിരുന്നു. 2 ഹെലികോപ്റ്ററുണ്ട്, 2 ഹെലികോപ്റ്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 2 വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് ഹെലികോപ്റ്റേഴ്സ് ഒക്കെ എന്താണ് ചെയ്തേ? അതിപ്പോഴും പെരുമ്പാവൂര് ആന്റണിച്ചേട്ടന്റെ ഗോഡൌണിലുണ്ട്. അപ്പൊ നമുക്ക് തിയേറ്ററിലൊക്കെ ഓളം ഉണ്ടാക്കിയ മറ്റൊരു സീനാണ് ഫോറസ്റ്റിലുള്ള ലാലേട്ടന്റെ ഷോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് മിന്നലൊക്കെ വന്നിട്ട് മരങ്ങൾക്ക് തീ പിടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതിലൊരു ബ്രാഞ്ച് താഴെ വീഴുന്നത് L ഷേപ്പിലൊക്കെയാണ്. അപ്പൊ അതെങ്ങനെയാണ് സെറ്റ് ചെയ്തത്? അത് ഈ സിനിമയുടെ മുഴുവൻ SFX, അതായത് ഇതിന്റെ ഫയർ എഫക്ട്സ് എല്ലാം ചെയ്തിരിക്കുന്നത് വിശാൽ ത്യാഗി എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യനാണ്. പുള്ളി ഒരു ഗംഭീര മനുഷ്യനാണ്. പുള്ളിയാണ് ഈ ലഡാക്കിലെ ബ്ലാസ്റ്റ് ഉൾപ്പെടെ ഈ സിനിമയിലെ ഫയറിംഗ് സീക്വൻസുകൾ, ബ്ലാസ്റ്റ്, പൊട്ടൽ, ടിക്കറി ഒക്കെ ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. അപ്പൊ പുള്ളിയുടെ തന്നെ ടാസ്കായിരുന്നു ഈ മരത്തിലേക്ക് മിന്നലടിച്ച് മരം കത്തുക എന്നുള്ളതും അതിനുശേഷം ആ ചില്ല ഒരെണ്ണം വീഴുക എന്നുള്ളതും. അപ്പൊ ആ മരം നമ്മള് ആർട്ടിഫിഷ്യലി ആർട്ട് ഡയറക്ടർ ഉണ്ടാക്കിയെടുത്ത മരമായിരുന്നു, മരമല്ല. എന്നിട്ട് ഈ മരത്തിലേക്ക് ഫയർ ചെയ്യായിരുന്നു. അപ്പൊ അത് ഒരു പ്രത്യേക മെറ്റീരിയൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും എക്സസ് ഹീറ്റ് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, താങ്ങാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ആ മരം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ സീക്വൻസിന്റെ ഷൂട്ട് ഒരു 10 ദിവസത്തോളം ഉണ്ടായിരുന്നു, ആ ഫൈറ്റ് സീക്വൻസ്. അപ്പൊ ആ സമയം മുഴുവനും ഈ സീക്വൻസിലെല്ലാം ഈ തീ ബാക്ക് സൈഡിൽ കത്തി നിൽക്കുന്നുണ്ട്. അപ്പോ റെഡി സ്റ്റാറ്റ് ക്യാമറ എന്ന് പറയുന്നതിന് മുമ്പ് ഫയർ ഓൺ എന്ന് പറയും. ഫയർ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ
ഷോട്ട് അവസാനിക്കുന്ന വരെ ഈ തീ കത്തും. കട്ട് പറഞ്ഞതിന് ശേഷം ഫയർ ഓഫ് ആണ്. അപ്പൊ അത്രയും നേരം ഈ മരം നിന്ന് കത്തുകയാണ്. അപ്പൊ അങ്ങനെ തോന്നാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ മെറ്റീരിയൽ ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു സെപ്പറേറ്റ് ചില്ല അവിടെ നിന്ന് ഇളകി താഴേക്ക് എൽ ഷേപ്പിലേക്ക് വീഴുക എന്നുള്ളതാണ്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് ഇതിന്റെ SFX. അത് കുറച്ച് ടാസ്ക് ആയിരുന്നു അല്ലേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? ചില്ല വീഴുന്ന ശരിക്കും ആദ്യത്തെ ടേക്കിൽ ഓക്കെ ആയിരുന്നു. അതെ. അത് എവിടെയാണ് ഷൂട്ട് ചെയ്തത്? ഈ ഒരു ഫോറസ്റ്റ് സീൻ എവിടെയാണ് ഷൂട്ട് ചെയ്തത്? അത് പാലക്കാട് മലമ്പുഴയിലാണ്. മലമ്പുഴയിലെ ഒരു കാട്ടിലാണ് അത് ഷൂട്ട് ചെയ്തത്. ഫോറസ്റ്റ് ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു. രാത്രി മുഴുവൻ നമ്മളൊരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കാട്ടിലേക്ക് ഇറങ്ങുന്നു. പിന്നെ കാട്ടിലാണ് ഫുൾ ടൈം അവിടെയല്ലേ? പുകയും തീയും ഒക്കെ ആയിട്ട് കാട്ടിലാവുന്നു. പിന്നെ രാവിലെ ലൈറ്റ് വരുമ്പോഴേക്കും നമ്മൾ 6 മണിയാകുമ്പോൾ പോകുന്നു, ഉറങ്ങുന്നു. വീണ്ടും ഒരു 4 മണിക്ക് എഴുന്നേക്കുന്നു. 4 മണിക്ക് എഴുന്നേറ്റായിരിക്കും അതിൽ ഫുൾ ഹോൾ ഡേ ഉറങ്ങിയിട്ട് പിന്നെ അടുത്ത ഇത് കണ്ടിന്യൂസ് നൈറ്റ് ഷൂട്ട് ആയിരുന്നു. 4 മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും സെറ്റിലേക്ക് വരാം. ഇതായിരുന്നു ഒരു കണ്ടിന്യൂസ് റൊട്ടീൻ. ഇപ്പൊ നമ്മളിപ്പോ ലൂസിഫറിൽ കണ്ട ചർച്ചും എമ്പുരാനിലും ഉണ്ട്. അത് ആ ഒരു പള്ളി ഒറിജിനൽ ആയിട്ടുള്ളതാണോ അതോ സെറ്റ് ഇട്ടതാണോ? ആ പള്ളി ഒറിജിനൽ ഉള്ളതാണല്ലേ? ഓക്കെ. ആ പള്ളി ഒറിജിനൽ ഉള്ളതാണ്. അത് നല്ല രീതിയിൽ, അതായത് ഈ കാണുന്ന രീതിയിൽ പൊളിഞ്ഞ അവസ്ഥയിലല്ല അതുള്ളത്. ആ അവസ്ഥയിലേക്ക് ആ പള്ളിയെ മാറ്റിയതായിരുന്നു. മാറ്റിയിട്ട് വീണ്ടും അത് വൃത്തിയാക്കി പഴയ അവസ്ഥയിൽ ആക്കിയിട്ടുണ്ട്. ആ പള്ളി യഥാർത്ഥത്തിലുള്ളതാണ്. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പം പല സീൻസിലും എല്ല് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ പൃഥ്വിരാജ് സാറിന്റെ ഒരു ബ്രില്യൻസ് ആണോ അതോ ആർട്ട് ഡയറക്ടറിന്റെ ഐഡിയ ആണോ എല്ല് പല സീൻസിലും കാണിക്കുന്നത്? സ്ക്രിപ്റ്റില് തന്നെ അതങ്ങനെ ഉണ്ട്. എല്ല് ലൂസിഫറിന്റെ ചിഹ്നമായിട്ടുള്ള എല്ല് എന്ന് പറയുന്നത് ഒരു ഇലൂമിനാറ്റി പരിപാടിയാണല്ലോ. അപ്പോ അത് ഈ സിനിമയുടെ സ്വഭാവം വെച്ചിട്ടും ഇതിന്റെ ഒരു ഫുൾ ഒരു മാസീവ് ഇത് വെച്ചിട്ടും ഒക്കെ അതിനെ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്തിരിക്കുന്നതാണ്. സ്ക്രിപ്റ്റിൽ തന്നെ അങ്ങനെ ഉണ്ട്. അതിന് പിന്നെ രാജുവേട്ടന്റെ ഒരു സെൻസിലാണ് അത് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഇപ്പൊ ചേട്ടാ ഈ ഒരു എമ്പുരാൻ മൂവിയിലേക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് വന്നത്? ഞാൻ നേരത്തെ സിനിമകളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് 2019. അതായിരുന്നു എന്റെ ആദ്യ സിനിമ. അതിനുശേഷം BK പ്രകാശിന്റെ ഇപ്പം 1-2 സിനിമകൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോ എന്റെ ഒരു ഡിസ്റ്റന്റ് കസിനാണ് വാവ കൊട്ടാരക്കര. ലൂസിഫറിന്റെയും ഒക്കെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. അങ്ങനെ ലൂസിഫറിൽ വർക്ക് ചെയ്ത മാക്സിമം ആളുകൾ ഇതിലും ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് സിനിമ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് എമ്പുരാനിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഇനിഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ആ ടീമിൽ നിന്ന് 1-2 പേര് എന്തോ അസൗകര്യം കൊണ്ട് മാറുകയും അങ്ങനെ ഒരു വേക്കൻസി വന്നപ്പോഴേക്കാണ് ഞാൻ അവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു വേക്കൻസി വന്നു, അത് ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാമല്ലേ? അതെ, ഉറപ്പായിട്ടും ഒരു വലിയ കാര്യമാണ്. ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ എന്നെ കാണുന്നുണ്ട്. എത്ര നാളത്തെ ഹാർഡ് വർക്ക് ആയിരുന്നു ഈ ഒരു മൂവി? ഇത് സ്ക്രിപ്റ്റ് തുടങ്ങുന്നത് മുതൽ ഓൾമോസ്റ്റ് ഒരു 2-2.5 വർഷത്തോളം. സ്ക്രിപ്റ്റിന്റെ ജോലികൾ തുടങ്ങുന്നത് അതിനുശേഷം അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു പല കാരണങ്ങൾ കൊണ്ടും. ഇടയ്ക്ക് വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടും അതിനുശേഷം ഡയറക്ടറിന് തന്നെ ഒരു ചെറിയ ഇഞ്ചുറി ഒന്ന് കുറച്ച് നാൾ റെസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ട് കുറച്ച് നീണ്ടു. ആ സമയത്തൊക്കെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പിന്നെ വിശ്രമമില്ല പണിക്കാരാണ്. അപ്പോ സിനിമയുടെ വെരി ഇനീഷ്യൽ സ്റ്റേജ് മുതൽ അവസാന ഘട്ടവും വരെയും അതിന്റെ എല്ലാ കാര്യങ്ങളും ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പണിയെടുക്കൽ ആവശ്യമാണ്. അപ്പൊ ഒരു 2-2.5 വർഷത്തോളം മുഴുവൻ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി മുതൽ സിനിമ തീർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ റിലീസ് വരെയുള്ള സമയം. ഈ ഒരു സെറ്റ് എങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി ഒരു ആക്ഷൻ മൂവി ആണെങ്കിൽ പോലും സെറ്റിനകത്ത് കുറച്ച് കോമഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. അപ്പൊ ആക്ച്വലി സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്ട്രിക്റ്റ് ആയിരുന്നോ അതോ കുറച്ച് നല്ല വൈബായിട്ടുള്ള സെറ്റ് തന്നെയായിരുന്നോ? സെറ്റ് നമ്മള് ഈ ഞങ്ങളുടെ AD ടീംസ് എല്ലാവരും ഓൾമോസ്റ്റ് സെയിം വൈബിലുള്ള ആൾക്കാരാണ്. അപ്പോ അതിനകത്ത് കൂടുതലും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾ തമ്മിലൊരു ഭയങ്കര ഒരു സൗഹൃദം ഉണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര കൂളായിരുന്നു. നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വലിപ്പമുള്ള കാര്യങ്ങളാണെങ്കിലും ഇതിനകത്ത് നമ്മുടെ ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തുക്കളാണല്ലോ ചുറ്റിലും നിൽക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷവും സമാധാനവും എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഈസി ഗോയിങ് ആയിരുന്നു ആ കണക്കിന്. തമാശയൊക്കെ പറഞ്ഞ്
അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞു. ഒരു ജിൽജിൽ വൈബ് ആയിരുന്നു സെറ്റൊക്കെ. ഒരു ജിൽജിലാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഓട്ടപ്പാച്ചിലുകൾ വരും, വീണ്ടും നമ്മൾ പഴയതിലേക്ക് മാറും. ഓക്കെ, അപ്പൊ ചേട്ടാ ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊരു മേഖലയിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഒരു ഫിലിമിലേക്ക് വരാനായിട്ട് എന്താണ് ഒരു പ്രചോദനം ഉണ്ടായത്? അല്ലെങ്കിൽ പണ്ട് മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിലൊക്കെ ഒരു ഭാഗമാകണം എന്നുള്ളത്? സിനിമ എനിക്ക് കഥകൾ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതും മ്യൂസിക്കലി കഥകളെ കാണുന്നതിനോടായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. ആദ്യം കുറച്ച് നാള് ഈ കുട്ടിക്കാലത്തൊക്കെ അഭിനയിക്കാനുള്ള ആഗ്രഹമായിരുന്നു. എല്ലാവർക്കും സിനിമയെ പറ്റി ആദ്യം ചിന്തിക്കുന്നത് വരുന്ന പോലെ അഭിനയിച്ചാലൊന്ന് സ്റ്റാർ ആവാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയായിരുന്നു ചിന്ത. പിന്നീട് കഥകൾ ഉണ്ടാക്കാനുള്ള പിന്നെ ഒരു താല്പര്യം, കഥകൾ കേട്ട് കഴിഞ്ഞാൽ അതിനെ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ്, അങ്ങനെയാണ് ഞാൻ അതിനുശേഷം ജേർണലിസം പഠിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോ അങ്ങനെ ജേർണലിസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കോളേജ് ടൈം കഴിഞ്ഞപ്പോ തന്നെ വളരെ അടുത്ത് തന്നെ ഞാൻ നാട്ടിൽ തന്നെ ഒരു റേഡിയോയിൽ വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പൊ അതായിരുന്നു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മീഡിയ എന്ന് പറയുന്ന ഫീൽഡിലേക്ക്. അവിടെ നിന്നിട്ട് നിങ്ങളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ അതുപോലൊരു ഇന്റർവ്യൂവിന് ഒരു പ്രോഗ്രാമിന് ഞാൻ പങ്കെടുക്കാൻ പോകുന്ന സമയത്താണ് എനിക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ഡയറക്ടറിനെ അവിടെ കാണുന്നത്. അങ്ങനെ പിന്നാലെ കൂടി ചാൻസ് ചോദിച്ചു, നമ്പർ വാങ്ങി, പിന്നെ പിറകെ നടന്നു. അങ്ങനെയാണ് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പൊ ചേട്ടാ നമ്മൾ ഈ ഒരു ഫിലിം പ്രൊഡക്ഷനിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊരു പദവി ഇപ്പോൾ നോർമൽ ആയിട്ടൊരു ഡയറക്ടറിനെ അസിസ്റ്റ് ചെയ്യാന്ന് മാത്രമല്ല, മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ്? അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ സംവിധായകന്റെ ജോലിയെ ഭയങ്കര ലഘൂകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഒരു സിനിമ, ഒരു ഷോട്ട്, ഒരു സീൻ എടുക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അവിടെ ഉണ്ടാവുക, അതിനകത്ത് തെറ്റുകൾ വരാതെ ഇരിക്കുക, അതിന്റെ കണ്ടിന്യൂറ്റി കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ജോലി. ഈ സിനിമ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ. അതിൽ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മേക്കപ്പ് ഉണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേഷൻ ഉണ്ട്. അപ്പോ ഒരു സിനിമയിലെ ഓരോ അസിസ്റ്റന്റ് ഡയറക്ടർമാർക്കും കൊടുത്തിരിക്കുന്ന ഓരോ ജോലികൾ ഉണ്ടാവും. അപ്പോ ആർട്ട് നോക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും, കോസ്റ്റ്യൂം നോക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും. അപ്പൊ അവര് അവരുടെ കയ്യിലുള്ള ഡിപ്പാർട്ട്മെന്റിനെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുക, ആ സാധനങ്ങൾ അവിടെ എത്തിക്കുക, കൃത്യമായി ഡയറക്ടർ പറയുന്ന കാര്യങ്ങളെ ഈ ടെക്നീഷ്യന്മാർക്ക് വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനെ ഭയങ്കര ഈസിലി പോസിബിൾ ആക്കുക ഷൂട്ടിംഗ്. അതാണ് പ്രധാനമായിട്ടുള്ള ജോലി. പറയുന്ന അശ്രദ്ധ ഒട്ടും വരാൻ പാടില്ലാത്ത ഒരു പണിയാണ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മറന്നിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ശ്രദ്ധക്കുറവ് കൊണ്ടോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സീൻ തന്നെ, കാര്യം ആ സീനിനെ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ആ സീൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ഡയറക്ടറിന്റെ പെർസ്പെക്റ്റീവിൽ അറിയാവുന്ന ആൾക്കാരാണ് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോ അങ്ങനെ തന്നെ വർക്ക് ചെയ്യേണ്ടുന്ന ഒരു ജോലിയാണ്. ഇതാണ് പ്രധാനമായിട്ട് ചെയ്യുന്ന ജോലികൾ. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം ചെയ്യുന്ന ആൾക്കാരല്ല, എന്തും ചെയ്യണം. ഇത് ഷൂട്ടിംഗ് നടക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യമല്ലേ. ഷൂട്ടിംഗ് നടങ്ങരുത്, പണി നടക്കണം. നമ്മൾ പ്ലാൻ ചെയ്ത സീനുകളെല്ലാം ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്ത് വെക്കുന്ന ചാർട്ട് ഉണ്ടാവും. ആ ചാർട്ടിലെ സീനുകളെല്ലാം അന്ന് എടുത്ത് തീർക്കാനുള്ള പിന്നെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ചേട്ടാ ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്ന് ഡയറക്ടറിലേക്കുള്ള ദൂരം അത്ര വിദൂരമല്ല. അപ്പോൾ ഭാവിയിൽ ഇനി വരുന്ന ഇപ്പൊ ചേട്ടന് ഇഷ്ടം ചെയ്യാനായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ജോണർ കാണൂല്ലോ, തീം കാണൂല്ലോ, ഏത് ജോണറിൽ സിനിമ ചെയ്യാനായിട്ടായിരിക്കും ആഗ്രഹം? ആസ് എ ഡയറക്ടർ എല്ലാ തരത്തിലുള്ള എല്ലാ ജോണറിലുള്ള സിനിമകളും ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കുറച്ച് തമാശയുള്ള ഒരു ആൾക്കാർക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒരു ചിരിയോടെ, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി ഒരു ഫാമിലി സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് സിനിമ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരു അവരുടെ ഒരു ട്രാവലിൽ ആ സിനിമയിലെ തമാശകൾ ഓർക്കാനും അവർക്ക് നല്ല മൊമെന്റുകൾ ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന അങ്ങനത്തെ ഒരു വെരി ഗുഡ് ഒരു കോമഡി സബ്ജക്ട് ആണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത്. പക്ഷെ ആസ് എ ഡയറക്ടർ എല്ലാ തരം സിനിമകളും ചെയ്യണം, എല്ലാ ജോണറിലുള്ള സിനിമകളും ചെയ്യണം തന്നെയാണ് മനസ്സിലുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു സിനിമയിൽ നായകൻ ആയിട്ട് വരണമെന്ന ആരെയായിരിക്കും ആഗ്രഹിക്കുക നായകനായിട്ട് വരാനായിട്ട്? അൾട്ടിമേറ്റ്ലി നമ്മള് കുഞ്ഞിലെ മുതൽ സിനിമ അല്ലെങ്കിൽ സിനിമ കണ്ടുപടങ്ങുന്ന വെരി ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ സിനിമ കണ്ടുപടങ്ങുന്ന പ്രായം മുതൽ നമ്മൾ കാണുന്നത് മമ്മൂക്ക, ലാലേട്ടൻ. അപ്പോ
എല്ലാവരുടെയും ഫിലിം പാഷനേറ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും അൾട്ടിമേറ്റ് ചോയ്സ് അല്ലെങ്കിൽ ആഗ്രഹം, ഡിസൈർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവര് രണ്ടുപേരെയും ആരെങ്കിലും വെച്ചിട്ട് സിനിമ ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടുപേരെ വെച്ച് സിനിമ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് ഭയങ്കര വിദൂരതയിലുള്ളൊരു കാര്യമാണ്, ഏറ്റവും എളുപ്പത്തിൽ നടക്കാത്തൊരു കാര്യമാണ്. പക്ഷെ ആരാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഹീറോസ് എന്ന് ചോദിച്ചാൽ ഇവര് തന്നെയാണ്. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും അത് സാധിക്കട്ടെ എന്ന് ഞാൻ പറയാണ് കേട്ടോ. അങ്ങനെ സംഭവിച്ചാൽ അത് ഫുൾഫില്ലായി ആഗ്രഹം. അത്രയും അധികം സന്തോഷമായല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടാ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാനായിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഫിലിമിന്റെ പല ബ്രാഞ്ചിലേക്ക് വരാനായിട്ട്, ഇപ്പോൾ ആക്ടേഴ്സ് ആയിട്ടാണെങ്കിലും ഡയറക്ടേഴ്സ് ആയിട്ടാണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണെങ്കിലും ഫിലിമിലേക്ക് വരാനായിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ചേട്ടന്റെ ഈ ഒരു ഫിലിം ലൈഫിൽ നിന്നും കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? എനിക്ക് പറയാനുള്ളത്, സിനിമയിലേക്ക് എന്നല്ല, ഏതൊരു മേഖലയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ ബാക്കി എല്ലാം മറന്നിട്ട് അവിടേക്ക് പ്രത്യേകിച്ച് മുൻവിധികളൊന്നും ഇല്ലാതെ കയറി ചെല്ലുക എന്നുള്ളതാണ്. അത് പല തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടി വരും. അവിടുന്ന് പല തരത്തിലുള്ള റെസ്പോൺസസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ചിലത് അവോയ്ഡിങ് ആയിരിക്കാം, ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും, മോശമായിട്ട് പ്രതികരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതിനൊക്കെ ഇടയിൽ എവിടെയോ നമ്മുടെ വാതില് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ മുട്ടിക്കൊണ്ടിരിക്കുന്ന വാതിലുകളിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും തുറക്കും. ധൈര്യമായിട്ട് പോയി മുട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. മുട്ടാൻ ഒരു മടിയും കാണിക്കണ്ട. മുട്ടുക, ഏത് വാതിലെ കണ്ടാലും മുട്ടുക, ഏതെങ്കിലും ഒരെണ്ണം തുറക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ചേട്ടാ, ഞങ്ങൾ എല്ലാവരും L3ക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെയും ഒരു ഭാഗമാകാനായിട്ട് ചേട്ടന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിന്റെ ഭാവിയിൽ ഒരു മികച്ചൊരു ഡയറക്ടർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നും കൂടി ആശംസിക്കാനു കേട്ടോ. താങ്ക് യു. അപ്പോൾ ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.